സാറേ ലാബ് എക്സാം, മോഡൽ എക്സാം, ഇംപ്രൂവ്മെന്റ്, ഫൈനൽ എക്സാം പറഞ്ഞാൽ ആകെ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് സാർ ഈ +2 കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാന്നുള്ള വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നതെന്നായിരിക്കും ചിലപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ മക്കൾ അങ്ങനെയല്ല കേട്ടോ. അതായത് +2ന് ശേഷം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഏത് കോഴ്സ് എടുക്കുന്നതനുസരിച്ചായിരിക്കും മിക്കവാറും ലൈഫിൽ നിങ്ങൾ എവിടെ എത്തുമെന്ന് തീരുമാനിക്കുന്നത് അല്ലേ. ശരിയല്ലേ? അപ്പോൾ അതെന്താണ്, അത്യാവശ്യം ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഇൻഫോംഡ് ആയിട്ട് എടുക്കേണ്ട ഡിസിഷനാണ്. ആൻഡ് അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എന്താണ്, ഒരിക്കലും നിങ്ങൾക്കൊരു റിഗ്രറ്റ് അടിക്കരുത്, ചേട്ടാ അതിനെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ, ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ, എത്ര തിരക്കാണെങ്കിലും ഈ വീഡിയോസ് കുറച്ചൊന്ന് കാണുക, ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുക, പാരൻസിനോട് ഡിസ്കസ് ചെയ്യുക. +2 കഴിയുമ്പോഴത്തേക്ക്, +2 ഫൈനൽ എക്സാം കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഏകദേശം ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റണം. ഓക്കെ, റെഡിയല്ല? അപ്പം ആ ഒരു സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മുടെ സ്ഥിരം ഡയലോഗില്ലേ, ഒന്നെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആവണം എന്നുള്ള ആ ഒരു സാധനമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ +2 പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും കവർ ചെയ്ത് എല്ലാ ടൈപ്പ് കുട്ടികൾക്കും അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിലേക്കുണ്ട് അല്ലെ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസം എന്ത് ചെയ്യണം എന്നുള്ള പെർഫെക്റ്റ് ഗൈഡ് ലൈൻസ് ആണിത്. അവസാനം വരെ കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം അല്ലേ. അപ്പോൾ തുടങ്ങാം. ഏറ്റവും ആദ്യത്തെ ടൈപ്പ്, നിങ്ങൾ ഇത് ഏത് ടൈപ്പാണ് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് +1 മുതൽ ഈ ഒരു ആഗ്രഹവും സ്വപ്നം കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആകെയുള്ള ഒരൊറ്റ പ്രശ്നം 100% കവർ ആയിട്ടുണ്ടാവില്ല. ഒരു 60% എബോ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ തീർത്തിട്ടുണ്ടാവും എന്നുള്ളത്. 100% കവർ ചെയ്ത കുട്ടികൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ ഇക്രമും അതേപോലെ സിനാനും റംഷാദൊക്കെ ഈ ടൈപ്പായിരുന്നു. അവരൊക്കെ IIT-കളിലും മെഡിക്കൽ കോളേജുകളിലാണ് ഉള്ളത്. ആൻഡ് ഞാൻ 2008 ഇതേ ടൈപ്പിലായിരുന്നു. ഫുള്ളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള കേസ് എന്താ വെച്ചാൽ, നിങ്ങൾ എന്താണോ ചെയ്തു, അതായത് ഇവരുടെ മെയിൻ പ്രശ്നം ഞാൻ പറയാം. പ്രത്യേകിച്ച് JEE phase 1 കഴിഞ്ഞു, ചിലപ്പോൾ 80% 85% എത്തുന്ന മാർക്കേ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പം പലരും അവരോട് പറയുന്നുണ്ടോടാ, അഥവാ നിനക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിൻ്റെ ബോർഡ് എക്സാം കൊളായി പോലെ. അപ്പം ചിലപ്പോൾ സ്വന്തം പാരൻസ് തന്നെ പറയും. എൻ്റെ ഉമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടാ, ഇനി കുറച്ച് നേരം ബോർഡ് എക്സാമിന് പഠിച്ചോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പഠിക്കരുത് മക്കളെ. അത് 60% ഇപ്പം നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസം നിങ്ങൾ നന്നായി പഠിച്ചാൽ ഒരു ക്രാഷും കൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു പക്ഷേ എന്താ, നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ ആ ഒരു സംഭവം നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താൻ പറ്റും. അത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ടൈം ടേബിൾ എന്നിട്ട് ചില സബ്ജക്റ്റിന് പഠിക്കാൻ കുറച്ച് സമയമൊക്കെ ആയിരിക്കും, അത് പരിഗണിച്ചു. മോഡൽ എക്സാമിനെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത് കേട്ടോ. ലാബ് എക്സാമൊക്കെ ഡയറക്റ്റ് പോയി ചെയ്യൽ, അപ്പുറം ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ അർഹരായ ആൾക്കാരാണ്. അപ്പം മോഡൽ എക്സാം ഒന്നും നോക്കാതെ ചില സബ്ജക്റ്റുകൾക്ക് ഇപ്പോൾ 2 ദിവസമൊക്കെ സ്റ്റഡികൾ ആദ്യം കുറച്ച് ബോർഡ് ലെവലിൽ പഠിച്ചു തീർക്കുക. മാക്സിമം നിങ്ങളുടെ ബോർഡ് പഠനം ആ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മോഡൽ എക്സാമിന് ശേഷമുള്ള സ്റ്റഡി ലീവ് മുതൽ തുടങ്ങിയാൽ മതി. ഓക്കെ, ബോർഡ് എക്സാമിൽ വലിയ ലീവുള്ള സമയത്തൊക്കെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ബയോളജിക്കൊക്കെ അത്യാവശ്യം ലീവുണ്ട്, ആ സമയത്തൊക്കെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ 60% ഒരു 75 എത്തണം നിങ്ങൾ ബോർഡ് കഴിയുമ്പോഴത്തേക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്രാഷിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ +1 മുതലുള്ള എടുത്തത് അവിടുന്ന് റിവൈസ് ചെയ്യപ്പെടും. ആൻഡ് അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് മെല്ലെ 60% എന്നുള്ള 75, 90, 100ലേക്ക് നിങ്ങൾക്ക് എത്താം. ആൻഡ് നിങ്ങളുടെ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ബോർഡ് എക്സാമിന് മാർക്ക് കുറയുകയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷിലെ കുറയും. അത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. കാരണം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ സാർ അഥവാ കിട്ടിയില്ലേടാ, കിട്ടാത്ത കുട്ടികളുടെ കേസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ നെജുമൽ ഷാ നമ്മുടെ കൂടെ ഓൺലൈനിൽ പഠിച്ചതായിരുന്നു. അവൻ 645 കഴിഞ്ഞ വർഷത്തെ നീറ്റിൻ്റെ സ്കോർ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സ്കോർ വെച്ച് അവന് ഫസ്റ്റ് ചാൻസ് കിട്ടേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഭയങ്കര എളുപ്പമായിട്ട് 658 കേരളത്തിൽ ക്ലോസ് ചെയ്തത്. അപ്പം മിസ്സായി. അവനിപ്പോൾ നമ്മളെ കൂടെ പഠിക്കുന്നത്. മിക്കവാറും അവൻ എന്തായിരിക്കും, കേരളം ഞെട്ടുന്ന ഒരു റാങ്കിലേക്ക് എത്തട്ടെ. ആൻഡ് ഇതിൻ്റെ കേസ് ഇത്രയുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിചാരിച്ച് കിട്ടേണ്ട നിങ്ങൾ എന്തായിരിക്കും, ചിലപ്പോൾ എയിംസിലെത്തും. ഇതേ എഫേർട്ട് നിങ്ങൾ അവസാനം വരെ മെയ് 4 വരെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതാണ് ഒന്നാമത്തെ കൂട്ടർ. ഒരു കാരണവശാലും തളരരുത്. സ്വന്തം പാരൻസ് പറയുകയാണെങ്കിൽ പോലും ഞാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ലൈഫിൽ എത്തിക്കുക. ഒന്നാമത്തെ കേസ് അതാണ്. എടാ നിങ്ങൾ ഏതൊരു കേസാണ് നിങ്ങൾ പറയണേ. ഇനി രണ്ടാമത്തെ ടൈപ്പ് കൂട്ടരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കേസ് എനിക്ക് ഏറ്റവും സങ്കടം. അവിടെ ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുക കാര്യങ്ങളൊന്നുമില്ല. അത് റിയാലിറ്റി അതേപോലെ പറയാനാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവരും എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അവർ പക്ഷേ അവരെടുത്തതിനേക്കാൾ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. പക്ഷെ അവർക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അതായത് പലപ്പോഴും നീറ്റിൻ്റെ അല്ലെങ്കിൽ JEE-യുടെ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം, സാറേ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്നില്ല.
ഇത് നിങ്ങളുടെ കുറ്റമല്ല, കാരണം നിങ്ങളെ പഠിപ്പിച്ച ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ഒരിക്കൽ പോലും കൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത നിങ്ങൾക്ക് നീറ്റിൻ്റെയും ജെഇയുടെയും കൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പം ഒരു പക്ഷേ അടിപതറാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവും അല്ലേ. +1 ഓരോ ചോദ്യത്തിൻ്റെ മുന്നിലും പകച്ചു നിന്ന് നിങ്ങളിപ്പോൾ എന്തിട്ടുണ്ടാവും, ഒരു പകുതി ചോദ്യമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. ഞാൻ പലപ്പോഴും പറയുന്ന മറ്റേ ഗ്രാഫ് ഒന്നും കൂടെ പറയാം. പ്രോഗ്രസ് എന്താണ്? പ്രോഗ്രസ് ഇങ്ങനെ പോവാണ്. നിങ്ങൾ ഏകദേശം ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ഈ ഒരു പോയിന്റിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഒരു പക്ഷേ എന്തായിരിക്കും, ഇങ്ങനെ പോയാൽ ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് ഈ അക്കാഡമിക് ഇയറിൽ എക്സാം നീറ്റ് 2025 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള ദിവസം മാക്സിമം ബോർഡ് എക്സാമിന് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ബോർഡ് എക്സാമിന് നല്ലൊരു മാർക്ക് വാങ്ങാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 680 മാർക്കെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ടല്ലേ. ആ 680ൽ 680 നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്രാഷിന് ജോയിൻ ചെയ്യുക. നീറ്റുകാരാണെങ്കിലും ജെഇക്കാരാണെങ്കിലും, നീറ്റ് ക്രാഷിന് ജെഇക്കാരാണെങ്കിൽ കീം ക്രാഷിന് ജോയിൻ ചെയ്ത് അവിടെ വീണ്ടും തകൃതിയായി പഠിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താണ്, മെല്ലെ മെല്ലെ ആ കൺസെപ്റ്റുകൾ ക്ലിയറായി വരും. പറ്റുവെച്ചാൽ നിങ്ങളൊരു റെസിഡൻഷ്യൽ ക്രാഷിനെ ജോയിൻ. ബൈ ദ വേ, എഡ്യൂപോർട്ടിൻ്റെ ക്രാഷ് ബാച്ചിലേക്ക് ഓൺലൈനായിട്ടും നമ്മൾ ഓഫ്ലൈൻ റെസിഡൻഷ്യൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് അറിയാൻ ഞാനൊരു ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ആ ക്രാഷിനും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ലെവലിലേക്ക് എത്തുന്നുണ്ടെന്ന്. അതെത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത വർഷം നിങ്ങളൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ എന്താണ് NITയിൽ IITയിൽ എത്തും. കാരണം ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളെ കണ്ട ഇതിലാണ് കേട്ടോ ഞാൻ പറയുന്നത്, കണ്ട ഇതിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ നിരാശരാവരുത്, കീപ്പ് ഓൺ വർക്കിംഗ് ഹാർഡ്. പക്ഷേ ഇപ്പം ബോർഡ് എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്രാഷ് വഴി വീണ്ടും തിരിച്ചു കയറിയാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി അടുത്ത കുട്ടികൾ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിയാണ്, ടാലൻറ്റഡ് ആൾക്കാരാണ്, പക്ഷേ ശ്രമിക്കുന്നില്ല. ശ്രമിച്ചില്ല. അതായത് 1-2 ചാപ്റ്ററൊക്കെ പഠിച്ച് അത് അടിപൊളിയായിട്ട് ചെയ്യുന്നു. പക്ഷേ എനിക്ക് ഇൻസ്റ്റഗ്രാമും ബാക്കി ലോകം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. അപ്പം ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എടാ നീറ്റ് ആയിക്കോട്ടെ ജെഇ ആയിക്കോട്ടെ ടാലൻ്റ് ഒക്കെ സെക്കൻഡറി ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഫേർട്ട് എടുക്കലാണ്. എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഈ ഗെയിമിൻ്റെ പുറത്താണ്. എഫേർട്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എത്രമാത്രം ടാലൻ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളൂ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ അത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇനിയിപ്പം നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലേക്കൊന്നും ആവണമെന്നില്ല. നിങ്ങളിപ്പം ബോർഡ് എക്സാമിന് വേണ്ടി തന്നെ നന്നായി പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമോ നോക്കുക. പക്ഷെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ക്രാഷ് മറ്റാരും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷിൽ നിങ്ങൾക്ക് ക്രാഷ് എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് നീറ്റൊന്നും കിട്ടണമെന്നില്ല. ഇപ്പം നമ്മുടെ ചൈതൻ്റെ എക്സാമ്പിൾ എടുക്കാം. ചൈതൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. അവന് ക്രാഷ് കഴിഞ്ഞപ്പോൾ 212 മാർക്കേ ഉള്ളൂ. പക്ഷേ അവൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ കിട്ടി. കാരണം എന്താ, ക്രാഷ് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായത് എനിക്ക് അത്യാവശ്യം എഫേർട്ട് എടുക്കാൻ പറ്റും, ക്രാഷ് കഴിഞ്ഞ് എന്നെ കൊണ്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആ ഒരു യെസ് ഓർ നോ, ഗോ ഫോർ റിപ്പീറ്റ് ഓർ നോ എന്നുള്ളത് ക്രാഷിലേ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. കാരണം ക്രാഷിൽ ഒരു ദിവസം 3 സബ്ജക്റ്റൊക്കെ വെച്ച് ആകെ ഭ്രാന്താവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള പോലെ അതേ ഉഴപ്പാണ് നിങ്ങൾ ഉഴപ്പുന്നെങ്കിൽ മിക്കവാറും റിപ്പീറ്റ് പോയാലും നിങ്ങൾക്ക് ആ ട്രാക്കിലേക്ക് കയറാൻ പറ്റണമെന്നില്ല. അപ്പോൾ ക്രാഷ് വഴി നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ പറ്റുമെന്നും ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയാൽ മതി. അതായത് എഫേർട്ട് എടുക്കാണ്ട് ഇതിൽ കിട്ടൂല. ഇപ്പോൾ ക്രാഷ് നിങ്ങൾ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു. എൻ്റെ കൂടെ ഒക്കെ അന്ന് ക്രാഷിനൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. സിനിമയ്ക്ക് പോവുക, പിന്നെ എന്താ പറയുക, ഫുട്ബോൾ കളിക്കാൻ പോവുക. അപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്തപ്പോഴും അതേ മോഡലായിരിക്കും. അപ്പം ക്രാഷിന് സീരിയസ് നിങ്ങൾ ആകെ നോക്കേണ്ടത്, നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ പറ്റും. എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ, യു ആർ ഓൾറെഡി ടാലൻറ്റഡ്. അപ്പം ആ എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാണോ തീരുമാനിക്കുന്നത് ക്രാഷാണ്. ക്രാഷിന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, പഠിക്കുക, നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും, ഞാൻ സെറ്റാവും എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് കൂട്ടർ എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. ബോർഡ് എക്സാം, ചില ആൾക്കാർ ബോർഡ് എക്സാം നന്നായി പഠിക്കുന്നുണ്ട്, നല്ല മാർക്കുണ്ട്. ചില ആൾക്കാർ ഉഴപ്പുന്നുണ്ട്, മാർക്കുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മക്കളെ ഇപ്പോഴും ഒരു +2 സയൻസ് എടുത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് എയ്തർ ഗോയിങ് ഫോർ എൻ MBBS ഓർ ഗെറ്റിംഗ് ആൻ അഡ്മിഷൻ ഇൻ ടു NIT ഓർ IIT. അതായത് വളരെ സിമ്പിളാണ് സാധനം. ഈ 2 ചോയ്സ് എടുത്ത കുട്ടികൾ ആരാണെങ്കിലും അതിൽ 95% കുട്ടികൾ എന്താണ്, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ജീവിതത്തിൽ രക്ഷപ്പെടും, അത്യാവശ്യം നല്ല സാലറി കിട്ടും, അത്യാവശ്യം നല്ല പൊസിഷനിലായിരിക്കും, ലൈഫിൽ നല്ല ഹാപ്പി ആയിരിക്കും. എൻ്റെ കൂടെയൊക്കെ പഠിച്ച എല്ലാവരും എന്തിട്ടുണ്ട്, ഈ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഇത് ബിലാൽ സാർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരും. ബാക്കി ഏത് കോഴ്സാണെങ്കിലും ചിലപ്പോൾ എന്താണ്, ഡോക്ടറെക്കാൾ സാലറി വാങ്ങിയ BSc ഫിസിക്സ് ആണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷെ അത് 10,000-ൽ 1 ആയിരിക്കും. പക്ഷെ 10,000-ലെ 9,000-ൻ്റെ മുകളിലുള്ള ഡോക്ടർമാരെന്തായിരിക്കും,
രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചോയ്സ് എന്തുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു മോശം ചോയ്സ് ആയിട്ട് കരുതണ്ട. റിപ്പീറ്റ് 1 വർഷം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ എന്തായിരിക്കില്ല, ഒരു നഷ്ടമായിരിക്കില്ല. നിങ്ങളിത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചോ നിങ്ങൾക്കൊരു ധാരണയില്ല. കാരണം എന്താ, നിങ്ങൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് നോക്കിയില്ല. ബോർഡ് എക്സാം ഇതുവരെ പഠിക്കുക, ക്രാഷ് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ആവുന്നത്ര മറ്റൊരത്രയൊന്നും നിങ്ങൾ പഠിച്ചു തീർക്കണമെന്നില്ല. 3 ചാപ്റ്റർ ഡെയിലി പഠിക്കണം, 1 ചാപ്റ്റർ 1.5 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് പഠിച്ചിട്ട് നീറ്റ് അല്ലെങ്കിൽ കീം എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സുകളോട് പറയാം, എടാ ഒന്നും കൂടി ട്രൈ ചെയ്താൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ ഇതെന്നെ കൊണ്ടാവുന്ന പണിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താണ്, ആ ഒരു ട്രയൽ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. സോ അൾട്ടിമേറ്റ്ലി നിങ്ങളെല്ലാ ആൾക്കാരെയും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രാഷിൻ്റെ കേസിൽ എഡ്യൂപോർട്ടിൻ്റെ ക്രാഷ് ബാച്ച് ഇപ്പോൾ എന്താ പറയുക, ഏർലി ബേർഡ് ഓഫറൊക്കെ നടക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യാം. ആൻഡ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ ഏതാ നിങ്ങൾ പറയാം. നിങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. കാരണം എന്താ, ഒരുമിച്ച് ആലോചിച്ചെടുക്കേണ്ട ഒരു ഡിസിഷനാണ്, ഒരു ഇമോഷൻ്റെ പുറത്ത് എടുക്കേണ്ട ഡിസിഷൻ അല്ല +2 ശേഷം എന്തെന്നുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയി കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ബൈ.